ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് കമ്പനി ഉടമകളുടെ തൃശൂരിലെ വീടുകളിലും ഓഫീസുകളിലും ഇഡി റെയ്ഡ് നടത്തി. 100 കോടിയോളം രൂപയുടെ ഹവാല ഇടപാടും ബിറ്റ്കോയിൻ ഇടപാടും നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ഇഡി അന്വേഷണം ആരംഭിച്ചതോടെ ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപനും ശ്രീനയും മുങ്ങിയെന്നാണ് വിവരം. തൃശൂർ കണിമംഗലത്ത് പ്രതികളിൽ ഒരാളായ കെ.ഡി. പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 150 കോടി രൂപയുടെ ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ 100 കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുള്ളതായും പരാതിയുണ്ട്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത്. ഇക്കാര്യങ്ങൾ ഇഡി വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇഡി പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായ കെ.ഡി. പ്രതാപനും ശ്രീനയും മുങ്ങിയതായാണ് സംശയം. ഓഫീസിൽ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയതറിഞ്ഞ് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് ഇവർ സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് വിവരം. പ്രതികൾ താമസിച്ചിരുന്നത് കെ.ഡി. പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത കണിമംഗലത്തെ വീട്ടിലാണ്. വാടക വീടുകളെല്ലാം പിതാവിന്റെ വിലാസത്തിലാണ് എടുക്കാറുള്ളതെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും ഇഡി സംശയിക്കുന്നു. ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത്. ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.